പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 10 സ്ത്രീരത്നങ്ങളെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി, മീര, ദുർഗാവതി. ഇന്ന് 11ാമത്തെ ശ്ലോകത്തിലേക്കാണ് നാം കടക്കുന്നത്. ലക്ഷ്മീരഹല്യ ചന്നമ്മ രുദ്രമാംബാസു വിക്രമ നിവേദിത സാരദാ ച പ്രണമ്യ മാതൃദേവത. റാണി ലക്ഷ്മിബായ്, റാണി അഹല്യാബായ് ഹോൾക്കർ, റാണി ചെന്നമ്മ, റാണി രുദ്രമാംബ എന്നീ വീരവനിതകളും ഭഗിനി നിവേദിത, ശാരദാദേവി എന്നിവരും വന്ദനീയരായ മാതൃദേവതകളാണ്. 11ാമത്തെ സ്ത്രീരത്നം റാണി ലക്ഷ്മിബായ്, ഝാൻസി റാണി. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഒരു ഭാരതീയനുമില്ലാത്ത വീരവനിത. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നുരുവിട്ടുകൊണ്ട് 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ സ്വജീവൻ ബലിയർപ്പിച്ച റാണി ലക്ഷ്മിബായ് എന്ന ഝാൻസി റാണി, ലജ്ജ നാരിക്കു ഭൂഷണം എന്ന സ്ത്രീത്വത്തിന്റെ സാധാരണ പ്രതിച്ഛായയെ മാറ്റിയെഴുതി സ്ത്രീത്വം ഭാരതത്തിന്റെ വീരപരിവേഷമാണെന്ന് അനുഭവത്തിലൂടെ, കർമ്മത്തിലൂടെ തെളിയിച്ചവൾ ഝാൻസി റാണി. 1892 കാർത്തിക ദ്വിതീയതയ്ക്ക്, അതായത് 1835 നവംബർ 16 മോറോപന്തിനും ഭഗീരഥി ബായിക്കും ജനിച്ച മകൾക്ക് മനു എന്നായിരുന്നു പേരിട്ടത്. ചബീലി എന്ന ഓമനപ്പേരുമിട്ടു. 4ാം വയസ്സിൽ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ വേർപാട് സഹിച്ച കുട്ടി ബന്ധത്തിലുള്ള സഹോദരൻ നാനാ സാഹിബിന്റെ കൂടെ വളർന്നു. വാൾ, കുന്തം, പരിച എന്നിവയായിരുന്നു കളിക്കോപ്പുകൾ. യുദ്ധാഭ്യാസമായിരുന്നു കളി. സഹോദര ഗൃഹത്തിൽ നിന്ന് കുതിരസവാരിയും വെടിവെപ്പും പഠിച്ചു. ഝാൻസിയിലെ ഗംഗാധര റാവു എന്ന രാജാവിനെ 1842 വിവാഹം കഴിച്ചപ്പോൾ മുതൽ ഝാൻസി റാണി ലക്ഷ്മിബായി ആയി തീർന്നു. 1850 ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും അത് 3 മാസമേ ജീവിച്ചുള്ളൂ. സാമന്ത രാജാക്കന്മാരുടെ ദത്തെടുക്കൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം അംഗീകരിച്ചിരുന്നില്ല. ഗംഗാധർ റാവു ദാമോദർ എന്ന കുഞ്ഞിനെ ദത്തെടുത്തു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അന്തരിച്ചു. റാണിക്കപ്പോൾ, ഝാൻസി റാണിക്ക് അന്ന് 18 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഗവർണർ ജനറൽ ഡൽഹൌസി ഝാൻസി തട്ടിയെടുക്കുവാൻ ഒരുക്കം തുടങ്ങി. ഒരു പാവം വിധവയായ 18 വയസ്സുകാരിക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഗവർണർ ജനറലുടെ ആലോചന. റാണി ലക്ഷ്മിബായി കുഞ്ഞിന്റെ സംരക്ഷയായി അംഗീകരിക്കുവാനും തൽക്കാലം കുഞ്ഞിനെ ഭരണാധികാരിയായി കരുതുവാനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കത്തയച്ചു. ഈ കുട്ടി മുതിർന്നാൽ ഭരണാധികാരിയാകുമെന്നും അതുവരെ രാജ്യം ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാമെന്നും അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിക്കണമെന്നും അറിയിച്ചിട്ടു. പക്ഷേ അവർ അത് നിരസിച്ചു. റാണിയോട് കോട്ട വിട്ടു പോകാനും കൽപ്പനയായി. അവർക്ക് കൊട്ടാരവും ജീവിത ചെലവും നൽകുമെന്ന് അറിയിപ്പ് നൽകി. കത്തു വായിച്ച റാണി ഡൽഹൌസി പ്രഭുവിന്റെ വാഗ്ദാനങ്ങൾ തരിമ്പും വിശ്വസിച്ചില്ല. അവർ എണീറ്റ് ഗർജിച്ചു, ഞാൻ എൻ്റെ ഝാൻസി ആർക്കും വിട്ടുകൊടുക്കില്ല. റാണിക്കറിയാമായിരുന്നു ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കില്ലെന്ന്. ഡൽഹിയിലെ മുഗൾ രാജാവും പൂനെയിലെ പേർഷ്യമാരും ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെട്ടിരുന്നു. റാണി നിത്യേന പൂജയും യുദ്ധാഭ്യാസവും മുറയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. റാണിയുടെ ഈ പ്രവൃത്തി അറിഞ്ഞ താത്യ ടോപ്പെ, രഘുനാഥ് സിംഗ്, നാനാ സാഹേബ് മുതലായവർ റാണിയുമായി സമ്പർക്കം പുലർത്തി. ദാമോദർ റാവുവിന്റെ ഉപനയനമെന്ന പേരിൽ കമ്പനിക്കാരുടെ കണ്ണുവെട്ടിച്ച് നിരവധി രാജാക്കന്മാരോടുകൂടി ബ്രിട്ടീഷ് കമ്പനി സൈന്യത്തിൽ വിതരണം ചെയ്ത മൃഗക്കൊഴുപ്പ് കലർന്ന വെടിയുണ്ടയെ പറ്റിയും ഓഫീസർമാരുടെ ശമ്പളം, പെരുമാറ്റം എന്നിവയെ പറ്റിയുമുണ്ടായിരുന്ന അസംതൃപ്തിയെ ഊതിക്കത്തിക്കാൻ ഇവർ തീരുമാനമെടുത്തു. ഗ്രാമങ്ങളിലേക്ക് താമരയും ചപ്പാത്തിയും അയച്ച് യുദ്ധ സന്ദേശം എത്തിച്ചു. 1857 മെയ് 31 മുഴുവൻ ഭാരതത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ
വിപ്ലവം നടത്തുവാൻ അവർ തീരുമാനിച്ചു. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇവിടെയാണ് പ്രിയ സജ്ജനങ്ങളെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പരാജയത്തിന്റെ ഒരു ഘട്ടം സംഭവിക്കുന്നത്. അതായത് 1857 മെയ് 31 ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ബ്രിട്ടീഷുകാരെ അടിക്കുക, അവരോട് യുദ്ധം ചെയ്യുക, ഇതായിരുന്നു അതിൻ്റെ തീരുമാനം. എന്നാൽ അതിവിപ്ലവകാരികൾ മെയ് 4 മീററ്റിൽ ബ്രിട്ടീഷ് കോട്ടയെ ആക്രമിച്ചു കളഞ്ഞു. അതോടുകൂടി ഈ പദ്ധതി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇരന്നു മേടിക്കേണ്ടി വരുമായിരുന്നില്ല, പൊരുതി മേടിക്കാൻ പറ്റുമായിരുന്നു. 1857 തന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു, ധീരോദാത്തമായ സ്വാതന്ത്ര്യം. പക്ഷേ ഈ രാഷ്ട്രത്തെ അതീവമായിട്ട് സ്നേഹിക്കുന്ന ചില വിപ്ലവകാരികൾ ഈ പദ്ധതിക്ക് മുൻകൂട്ടി അവർ അറ്റാക്ക് തുടങ്ങിക്കളഞ്ഞു എന്നായിരുന്നു അതിൻ്റെ വിഷയം. മെയ് 4 മീററ്റിലെ ബ്രിട്ടീഷ് കോട്ടയെ വിമത സൈനികർ, വിപ്ലവകാരികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ബ്രിട്ടീഷ് മഹിളകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകണമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ റാണിയോട് യാചിച്ചു. റാണി സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയം നൽകിയതിനാൽ ഝാൻസി ആക്രമിക്കാനൊരുങ്ങിയ വിപ്ലവകാരികളെ റാണി വൻ പ്രതിഫലം നൽകി പിന്തിരിപ്പിച്ചു. ഝാൻസിയുടെ യുദ്ധസന്നാഹങ്ങൾ അതോടൊപ്പം തന്നെ പൂർണ്ണമാക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് കമാൻഡർ സർ ഹ്യൂറോസ് 1858 മാർച്ച് 23 ഝാൻസി ആക്രമിച്ചു. റാണിയും സൈന്യവും വീരതയോടെ പൊരുതിയെങ്കിലും മിക്കവാറും സൈനികർ മരിച്ചുവെന്ന് കണ്ട റാണി പലായനം ചെയ്ത് താത്യ ടോപ്പെ, നാനാ സാഹേബ് എന്നിവരോടൊപ്പം ചേർന്നു. അവർ ഗോളിയോറിലെ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജാവിനെ ഓടിച്ച് ആ കോട്ട പിടിച്ചെടുത്തു. അവിടെ എത്തിയ റോസിന്റെ സേനയെ റാണി തോൽപ്പിച്ചോടിച്ചു. എന്നാൽ അടുത്ത ദിവസം ചില സൈനികന്മാരുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ചതി, കൂറുമാറ്റം മൂലം കമാൻഡർ റോസ് ഗോളിയോർ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഏതാനും ബ്രിട്ടീഷുകാരെ വധിച്ചുകൊണ്ട് മുറിവേറ്റ അവസ്ഥയിൽ റാണി അവിടെ നിന്നും രക്ഷപ്പെട്ടു. റാണിയുടെ പിറകിൽ തറച്ച കുന്തവുമായിട്ട് പെൺകുതിരപ്പുറത്ത് റാണി അവിടുന്ന് രക്ഷപ്പെട്ടു. ഗംഗാദാസ് ഭാവയുടെ ആശ്രമത്തിൽ റാണി എത്തി. അംഗരക്ഷകർ രക്ഷിക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും അന്ന് രാത്രി 1858 ജൂൺ 18 അവർ അന്ത്യശ്വാസം വലിച്ചു. വെറും 22 വർഷവും 7 മാസവും മാത്രം ജീവിച്ച ആ വീരവനിത എന്നും ഭാരതീയ സ്ത്രീ സങ്കല്പത്തിന്റെ ആദർശത്തിന്റെ കരുത്തിന്റെ പ്രതീകമായിട്ട് ഇന്നും ജീവിക്കുന്നു. ഝാൻസി റാണിയെ നമുക്ക് പ്രണമിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.